മാസം വയനാട് കൽപ്പറ്റയിൽ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട 17കാരനായ ഗോകുലിന്റെ കസ്റ്റഡി മരണത്തിൽ ഇതുവരെ കൃത്യമായൊരു അന്വേഷണം നടത്തുകയോ തെളിവുകൾ ലഭിക്കുകയോ ചെയ്തിട്ടില്ല. മാത്രവുമല്ല, സംഭവത്തിൽ സ്റ്റേഷനിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചതായി പറയുമ്പോഴും ഇതുവരെ ആ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടിയും എടുത്തിട്ടില്ല. അറസ്റ്റിനു ശേഷം ഗോകുൽ പോലീസ് സ്റ്റേഷന്റെ ശുചിമുറിയിൽ തൂങ്ങുകയായിരുന്നു എന്നാണ് റിപ്പോർട്ട്. എന്നാൽ തൂങ്ങുന്നതിന് മുൻപ് കയറി നിൽക്കാൻ ഗോകുൽ എന്ത് വസ്തുവാണ് ഉപയോഗിച്ചത് എന്നതിൽ ഇതുവരെ വ്യക്തതയില്ല. ശുചിമുറിയിലെ ബക്കറ്റ് കമിഴ്ത്തിവെച്ച് അതിൽ കയറി നിന്നാൽ ഷവറിൽ ഷർട്ട് ഉപയോഗിച്ച് കെട്ടി തൂങ്ങാമെങ്കിലും ബക്കറ്റ് യഥാസ്ഥാനത്ത് തന്നെയാണ് ഉണ്ടായിരുന്നത്. സാധാരണയിലും വലിപ്പമുള്ള മഗ് സ്ഥാനം മാറി കിടക്കുന്നുണ്ടെങ്കിലും അതിൽ കയറി നിന്നിട്ടുണ്ടാകില്ലെന്നാണ് നിഗമനം. എന്നാൽ ശുചിമുറിയിലെ ടാപ്പിൽ ആരെങ്കിലും ഉയർത്തി നിർത്താതെ രക്ഷപ്പെടാനാകില്ല. ഗോകുൽ ശൗചാലയത്തിൽ പോയി പുറത്തു വരാൻ വൈകിയപ്പോൾ തന്നെ ഉദ്യോഗസ്ഥർ ജാഗ്രത കാണിച്ചില്ല. എന്തുകൊണ്ടാണ് യുവാവ് തിരികെ വരാത്തതെന്ന് പെട്ടെന്ന് നോക്കിയില്ലെന്നും ഉദ്യോഗസ്ഥർക്ക് ജാഗ്രത കുറവുണ്ടായെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. എന്നിട്ടും വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാൻ വൈകുന്നതിന്റെ കാരണം ഇനിയും വ്യക്തമല്ല. അതിനിടെ പോലീസ് കസ്റ്റഡിയിലെടുത്ത ഗോകുലിന് പ്രായപൂർത്തിയായിരുന്നില്ലെന്ന വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. സ്കൂൾ രേഖകൾ പ്രകാരം 2007 മെയ് 30-നാണ് ഗോകുലിന്റെ ജനനം. ഇതനുസരിച്ച് സംഭവ സമയത്ത് ഗോകുലിന് 18 വയസ്സ് തികഞ്ഞിരുന്നില്ല. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റിയ ശേഷം ഒപ്പമുണ്ടായിരുന്ന ഗോകുലിനെ മാത്രം സ്റ്റേഷനിൽ നിർത്തിയതിലും ദുരൂഹതയുണ്ട്. ഇനി ഇതെല്ലാം നിലനിർത്തിക്കൊണ്ട് ഈ കേസ് പരിശോധിക്കുമ്പോൾ ഗോകുലിന്റെ മരണം ഒരൊറ്റപ്പെട്ട സംഭവമല്ല. അത് ആദിവാസികൾക്കെതിരെയുള്ള വംശീയമായ അതിക്രമങ്ങളുടെ തുടർച്ചയാണ്. പോക്സോ നിയമം ദേശീയ തലത്തിൽ കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങളെ പ്രതിരോധിക്കാനുണ്ടാക്കിയ നിയമമാണ്. എന്നാൽ ആ നിയമത്തെ കേരളത്തിലെ, വിശേഷിച്ചും വയനാട്ടിലെ ആദിവാസികൾക്കെതിരെയുള്ള ഒരു ടൂളായിട്ടാണ് കേരളത്തിലെ ഭരണാധികാരികൾ പലപ്പോഴും ഉപയോഗിക്കുന്നത്. പ്രണയിച്ചതിനു ശേഷം ഗോകുലും കൂടെയുള്ള പെൺകുട്ടിയും വീട് വിട്ടു പോവുകയാണ് ചെയ്തത്. പോലീസ് കസ്റ്റഡിയിൽ എടുത്ത ശേഷം ഗോകുലിനെ പോക്സോ കേസ് പ്രതി എന്ന നിലയിലും കൂടെയുള്ള പെൺകുട്ടിയെ ഇരയെന്ന രീതിയിലുമാണ് പോലീസ് കൈകാര്യം ചെയ്തത്. എന്നാൽ രണ്ടുപേരുടെയും പ്രായം പരിഗണിക്കുമ്പോൾ ഗോകുലിന് രേഖകൾ പ്രകാരം പ്രായപൂർത്തിയായിട്ടില്ല. പെൺകുട്ടിക്ക് 18 തികഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ അവിടെ പ്രതിയാകുക പെൺകുട്ടിയല്ലേ? പോലീസിന് രമ്യമായി കൈകാര്യം ചെയ്യാൻ കഴിയുമായിരുന്ന കാര്യം അങ്ങനെ ചെയ്യുന്നതിന് പകരം ഗോകുലിനെ കേസന്വേഷണത്തിന് സ്റ്റേഷനിൽ നിർത്തുകയാണ് ചെയ്തത്. മരണത്തിന്റെ കാര്യത്തിലും സംശയങ്ങളുണ്ട്. കസ്റ്റഡിയിലുള്ള ഒരാൾ ബാത്റൂമിൽ പോയി 1 മണിക്കൂറിന് ശേഷമാണ് അന്വേഷിച്ചത് എന്ന് പറയുന്നതിൽ തന്നെ ദുരൂഹതയുണ്ട്. മാത്രവുമല്ല, സംഭവ സമയത്ത് പോലീസ് സ്റ്റേഷനിലുണ്ടായിരുന്ന 2 SHOമാരും ആദിവാസി വിരുദ്ധരെന്ന നിലയിൽ കുപ്രസിദ്ധരാണ്. 2 പേരും ഇതുവരെ സസ്പെൻഡ് ചെയ്യപ്പെട്ടിട്ടില്ല. ഇതൊരു പക്ഷേ തെളിവ് നശിപ്പിക്കാൻ ഇടയാക്കും. ഇവിടെ ഗോകുൽ നിയമവിരുദ്ധമായി പോലീസ് കസ്റ്റഡിയിൽ എടുക്കപ്പെട്ട് അവിടെ വെച്ച് തന്നെ മരണപ്പെട്ട ഒരു ആദിവാസി യുവാവാണ്. ഇനി അതല്ല, ഭയം മൂലം ആത്മഹത്യ ചെയ്തതാണെങ്കിൽ അത് അതിലും ഭീകരമായ ഒരു സംഭവമാണ്. എന്തായാലും ഇതിൽ പോലീസിന്റെയും സർക്കാരിന്റെയും ഭാഗത്തു നിന്ന് സമഗ്രമായൊരു അന്വേഷണം ആവശ്യമാണ്.